വടകര സർക്കാർ ആശുപത്രി രണ്ടാം ഘട്ട ശിലാസ്ഥാപനത്തിൽ നിന്ന് വിട്ടുനിന്ന ഷാഫി പറമ്പിൽ എംപിയും കെ രമ എംഎൽഎയും എംഎൽഎയും പരിപാടിയിൽ എത്താത്തതിൽ മുഖ്യമന്ത്രി പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഔചിത്യം കാരണം കൂടുതൽ പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനൂതനമായ ലാബ് സൗകര്യങ്ങളും ഇതിനെല്ലാം പുറമെ റേഡിയോളജി വകുപ്പ്, രക്തബാങ്ക് യൂണിറ്റുകൾ, അങ്ങനെ വിശാലമായ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ കെട്ടിടം ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചിലത് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഔചിത്യഭംഗി കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ ഒതുക്കുകയാണ്. വിവരങ്ങളുമായി എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. എ കെ അഭിലാഷ്, വടകര സർക്കാർ ആശുപത്രിയുടെ രണ്ടാം ഘട്ട ശിലാസ്ഥാപനമാണ്. എംപിയും എംഎൽഎയും എത്തുമെന്ന് അറിയിച്ചിട്ട് എന്തുകൊണ്ട് വിട്ടുനിന്നു? ഏതാണ്ട് 83 കോടി രൂപ ചെലവിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോട് കൂടിയാണ് വടകരയിൽ ജില്ലാ ആശുപത്രിയുടെ രണ്ടാം ഘട്ട പ്രവൃത്തികൾ നടക്കുന്നത്. ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന എംപി ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ എംഎൽഎ കെ രമയും പരിപാടിയിൽ എത്തിയില്ല എന്നതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ വേദിയിലും സദസ്സിലും ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഇതും മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഔചിത്യം കാരണം താൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമായും കേന്ദ്രമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലാണ് സ്ഥലത്തെ എംഎൽഎയും അതോടൊപ്പം തന്നെ എംപിയും പങ്കെടുക്കാതെ പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള എംഎൽഎ CK നാണുവിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം വേദിയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി ചെയ്തു. ഏതായാലും ഇതിലൂടെ മുഖ്യമന്ത്രി കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ DCC ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഷാഫി പറമ്പിലും ഇവിടുത്തെ എംഎൽഎ ആയിരുന്ന കെ രമയും ഇതിൽ പങ്കെടുക്കാത്തതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഏതായാലും ഇതുമായി സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും 83 കോടി രൂപ ചെലവഴിച്ച് വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പരിപാടിയിൽ ഇവരുടെ സാന്നിധ്യം വേണ്ടിയിരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീട്ടിലെ പ്രസവവും അതോടൊപ്പം തന്നെ ഈ വാക്സിൻ വിരുദ്ധതയ്ക്കെതിരെയും പ്രവർത്തിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ അതിശക്തമായ വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അതായത് ഇത്തരം ആളുകൾ സാമൂഹ്യ ദ്രോഹികളാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കണം, അവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഉയർന്നു വരികയും ചെയ്തു. ഓക്കെ, എ കെ അഭിലാഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വടകരയിലെ ആശുപത്രിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ നിന്നാണ് സ്ഥലം എംപിയും എംഎൽഎയും വിട്ടുനിന്നത്.